അഡ്വക്കേറ്റ് വസന്ത് ശ്രീയക്ക് നോക്കൂ, ഇതുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ ഉത്തരവുമായി ബന്ധപ്പെട്ട് അതായത് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഉത്തരവ് വന്നതിന് ശേഷം പിന്നീട് അതൊരു റിവ്യൂ നടത്താം എന്ന് തീരുമാനിക്കുന്നത് വളരെ മുൻപാണ്. പക്ഷെ പിന്നീട് അതിലൊന്നും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ കോവിഡ് അടക്കം ഒരുപാട് കാരണങ്ങൾ അതിന് പറയുന്നുണ്ട് എങ്കിൽ പോലും അടിയന്തരമായി ഈ കേസ് പരിഗണിക്കണം എന്നൊരു പെറ്റീഷൻ ഒരു ഘട്ടത്തിലും സുപ്രീം കോടതിയുടെ മുൻപിൽ ഇതിന് മുൻപ് വന്നിട്ടില്ല. എപ്പോഴാണ് ഇത് വരുന്നത്? ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഏപ്രിലിലേക്കൊക്കെ സജീവ വാദത്തിലേക്ക് പോകുകയാണെങ്കിൽ ആ ഏപ്രിലിന്റെ പ്രത്യേകത നമുക്കറിയാം. തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ കേരളം നിൽക്കുന്ന സമയം കൂടിയാകും അല്ലെ? സ്വാഭാവികമായും ശബരിമല വീണ്ടും CPM-ന് ഒരു ബാലികേറാമലയാകുകയാണോ? അല്ല, നോക്കൂ, രണ്ട് കാര്യങ്ങൾ. ഈ ചർച്ചയിൽ നമ്മളോടിപ്പോൾ സംസാരിച്ച ഇടതു പ്രതിനിധി, അദ്ദേഹത്തിന് ഒരു 5-8 വർഷം മുമ്പ് നിന്ന് ഇതുവരെ ബസ് കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലർ ഇത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയായി ഉപയോഗിക്കുമത്രേ. ഉപയോഗിച്ചില്ലേ സാർ? അത് ഉപയോഗിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തില്ലേ നിങ്ങളുടെ സർക്കാർ? അവർക്കത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയായി ഉപയോഗിക്കാനുള്ള സകല സംവിധാനവും ചെയ്തു കൊടുത്ത് സമരം ചെയ്ത അയ്യപ്പ ഭക്തരെ മുഴുവൻ ലാത്തിക്കടിച്ച് വഴിയിൽ കാണുന്നവനെയും കണ്ടവനെയും പോയവനെയും പിടിച്ചു നിർത്തി അവരുടെ പേരിൽ കേസെടുത്ത് സാധാരണക്കാരായ അയ്യപ്പ ഭക്തന്മാരുടെ മുഴുവൻ വിശ്വാസത്തെ നിലത്തിട്ട് ചവിട്ടി അരച്ചതാണ് നിങ്ങളുടെ സർക്കാർ. അപ്പം കാലം കുറെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് അയ്യോ ഇത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയായി പലരും മാറ്റാൻ പോകുന്നു, അതിനെ ഞങ്ങൾ പ്രതിരോധിക്കാനാണ് ഇറങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ കാലം കഴിഞ്ഞു. പലരും അത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയായി ഉപയോഗിച്ചു. അത് ഉപയോഗിക്കാൻ അവർക്ക് ചുമപ്പൻ പരവതാനി, സംഘ് പരിവാറിന് അവിടേക്ക് കടന്നു കയറാനുള്ള ചുമപ്പൻ പരവതാനി വിരിച്ചു കൊടുത്തത് നിങ്ങളുടെ സർക്കാരാണ്, ഇടതു സർക്കാരാണ്. അനാവശ്യമായ നിങ്ങളുടെ പിടിവാശി. സഹാവ് പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾക്ക് നവോത്ഥാന നായകൻ അയ്യങ്കാളിക്കും ചാവറയച്ചനുമൊക്കെ ഒപ്പം നാളുകളിൽ സ്കൂളിൽ കുട്ടികൾ പഠിപ്പിക്കുമ്പോൾ നവോത്ഥാന നായകന്മാരുടെ ലിസ്റ്റിൽ ഏറ്റവും അവസാനത്തെ നവോത്ഥാന നായകൻ സഹാവ് പിണറായി വിജയൻ, കോമ്രേഡ് പിണറായി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തിയ ഒരു ഫോഷ്കു നാടകത്തിന്റെ ഭാഗമായി ഈ സമൂഹത്തിലെ അയ്യപ്പ ഭക്തന്മാരുടെ മുഴുവൻ മനസ്സിനെ നിങ്ങൾ വേദനിപ്പിച്ചു. അവരെ മുഴുവൻ, അതിൽ ഒരു ബഹുഭൂരിപക്ഷം വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ ചോര വീഴ്ത്തി നിങ്ങളുടെ സർക്കാർ. എന്നിട്ടിപ്പോൾ യാതൊരു മാനവും ഇല്ലാതെ, യാതൊരു ഉളുപ്പും ഇല്ലാതെ നിങ്ങൾ പറയാണ് ഇതിനെ യൂറ്റേൺ എന്ന് വിളിക്കാൻ പറ്റില്ല, എന്നാൽ പിന്നെ കേറ്റേൺ എന്നാക്കാം. നിങ്ങൾക്കെല്ലാം കെ കൂട്ടിയാണല്ലോ. യൂറ്റേൺ എന്ന് നാളെ തൊട്ട് മാറ്റണം. ചാനലുകളെല്ലാം യൂറ്റേൺ എന്ന് പറയുന്നത്. എന്നിട്ട് ഒരു കാര്യം ചെയ്യാം, നാളെ തൊട്ട് സർക്കാർ കേറ്റേൺ അടിച്ചു എന്ന് പറയാം. കേരള ടേൺ നിങ്ങൾ അടിച്ചു എന്ന് പറയട്ടെ. ഇപ്പോൾ എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വിഷയം? ഇപ്പം അങ്ങ് സൂചിപ്പിക്കുന്ന പോലെ ഈ ഇടതു പ്രതിനിധിയും അസിത അത് കറക്റ്റ് ചെയ്യുകയും ചെയ്തു. ഏത് നാളെ സത്യവാങ്മൂലം കൊടുക്കുമ്പോൾ മാത്രമല്ലേ ഇതിൽ സർക്കാരിന്റെ നിലപാട് മനസ്സിലാവുക? അല്ല സാർ, ഞാൻ ചോദിക്കട്ടെ, ഈ ബിന്ദു അമ്മണിയും കനകദുർഗയും രഹന ഫാത്തിമയൊക്കെ കയറ്റിയ ശേഷം ഈ കഴിഞ്ഞ മണ്ഡലകാലത്ത് സ്ത്രീകൾ വരേണ്ടതില്ല എന്ന് നിങ്ങളുടെ പോലീസ് ഉദ്യോഗസ്ഥന്റെ സർക്കുലർ ഉണ്ട്. അപ്പോൾ എന്താണ് സർക്കാരിന്റെ നിലപാട്? നിങ്ങൾ യൂട്ടേൺ അടിച്ചിട്ട് കാലം കുറയായി. നിങ്ങൾ ഇനി അത് ഈ പറയുന്ന സുപ്രീം കോടതിയിൽ അത് നിങ്ങളുടെ നിലപാടായി പറയാൻ പോകുന്നതേ ഉള്ളൂ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ യൂട്ടേൺ അടിച്ചത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ വിഷയം വലിയ രീതിയിൽ നിങ്ങൾക്ക് ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഡാമേജ് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഇലക്ട്രൽ ഗെയിൻ അത് സമരരംഗത്തും കോടതിയിലും ഒരേ രീതിയിൽ നിന്ന് കോൺഗ്രസിനാണ് കിട്ടിയത് എന്ന് നിങ്ങളുടെ പഠനമുണ്ട്. CPM-ന്റെ ആ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി പഠിച്ച കമ്മിറ്റി, അതിനുശേഷം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ റിപ്പോർട്ടിങ്ങുകൾ അങ്ങൊന്ന് എടുത്തു നോക്കിയാൽ മതി. 24-ന്റെ ആർക്കൈവിലൊക്കെ ഉണ്ട്. അതിൽ വളരെ കൃത്യമായി CPM പറയുന്നുണ്ട് അത് വലിയ ഡാമേജ് ഉണ്ടാക്കി, അതുകൊണ്ട് പുറകോട്ട് പോകണം എന്ന നിലപാട് CPM എടുത്തു. സ്വാധീനിക്കുന്ന ഒരു വിഷയമായി മാറും എന്നുള്ള ബോധ്യം അപ്പോൾ കോൺഗ്രസിനും ഉണ്ടല്ലേ? അപ്പോൾ ആ നിലയിൽ അതുകൊണ്ടാണോ ഇങ്ങനെ ഒരു പ്രതികരണം? ഇപ്പോൾ നോക്കൂ, CPM നിലപാട് വ്യക്തമാക്കി തീരൂ എന്നൊരു സമ്മർദ്ദ തന്ത്രം ഇവിടെ പ്രയോഗിക്കുന്നത് കോൺഗ്രസ് ആണ്. അങ്ങനെ പറയുമ്പോഴും ഞാൻ ചോദിക്കട്ടെ വസന്ത, ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി മുൻ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ടോ? എന്താണോ പിണറായി വിജയനും കേരളത്തിലെ CPM-ഉം സ്വീകരിച്ച നിലപാട് അത് തന്നെയാണ് രാഹുൽ ഗാന്ധിയും സ്വീകരിച്ച നിലപാട്. യുവതീ പ്രവേശനത്തിന് അനുകൂലമായ നിലപാടല്ലേ? സ്വാഗതം ചെയ്തിരുന്നു അന്ന് അദ്ദേഹം. മാറിയിട്ടുണ്ടോ അതിൽ നിന്നും? അല്ലല്ലോ, കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി, ആ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയാണ് പാർട്ടിയെ സംബന്ധിച്ച് അവസാനത്തെ വാക്ക്. വ്യത്യസ്ത നേതാക്കൾ ഒരു കോർട്ട് വെർഡിക്റ്റ് വരുമ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയും. അത് അവരവരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. രാഹുൽ ഗാന്ധിക്ക് പറയാം, പ്രിയങ്ക ഗാന്ധിക്ക് പറയാം, തൊട്ട് ഈ പാർട്ടിയിലെ ഏറ്റവും അവസാനം പിന്നീടായിരിക്കണം ഒരുപക്ഷെ കോൺഗ്രസും അതിലെ പൊളിറ്റിക്കൽ ഗെയിൻ തിരിച്ചറിഞ്ഞത് വസന്ത്. അവിടെയാണ്. അപ്പോൾ ആരാണ് ഇതിനെ അങ്ങനെ ഉപയോഗിക്കാത്തത്? ഒരിക്കലും അല്ല. നോ, നെവർ. അവിടെയാണ് ഞാൻ എൻ്റെ ഉത്തരം പറയുന്നത്. രാഹുൽ ഗാന്ധി മുതൽ ഈ പാർട്ടിയുടെ ഏറ്റവും അവസാനത്തെ ആളായ വസന്ത് തെങ്ങുംപള്ളിക്ക് വരെ
ഇതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയാം. പക്ഷെ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ CWC വളരെ കൃത്യമായി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി, ആ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ചേർന്ന് ഒരു വിഷയത്തിൽ നയപരമായ തീരുമാനമെടുത്താൽ അതാണ് തീരുമാനം. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ എല്ലാ കാലവും സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പാണ് വസന്ത്, അല്ലേ? അല്ല വസന്ത്, അതിൽ എനിക്ക് വിയോജിപ്പുണ്ട്. അത് കോൺഗ്രസ് എല്ലാ കാലവും സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പാണ്. എന്താണ് ഈ കോൺഗ്രസ് മറ്റേ ജനാധിപത്യ പാർട്ടിയാണ്, എല്ലാ നേതാക്കൾക്കും തുറന്ന അഭിപ്രായം പറയാമെന്ന് പറഞ്ഞ് എല്ലാ നേതാക്കളും എല്ലാ വിഷയത്തിലും വന്ന് ഓരോ അഭിപ്രായങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിലങ്ങ് പറയും. അതിൽ ഒരു അഭിപ്രായത്തെ കുറിച്ച് ചോദിച്ചാൽ നമ്മൾ ഉടനെ കോൺഗ്രസ് പറയും അതല്ല കോൺഗ്രസിന്റെ നിലപാട്. അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനം എന്താണ് എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. രണ്ട്, ഞാൻ രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായത്തെ മാത്രം കോട്ട് ചെയ്തത് എന്തുകൊണ്ടാണ്? ഞാൻ എന്തുകൊണ്ടാണ് മറ്റ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായത്തെ കോട്ട് ചെയ്യാത്തത്? അന്നാ നിലപാട് പറയുമ്പോൾ രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആണ്. അല്പം മുമ്പ് ഗോവിന്ദ മാസ്റ്റർ നമ്മളിവിടെ കോട്ട് ചെയ്തല്ലോ. MV ഗോവിന്ദൻ പറയുന്ന അഭിപ്രായത്തെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല നമ്മൾ കാണുന്നത്, മറിച്ച് അത് CPIM അഭിപ്രായമായാണ്. സ്വാഭാവികമായും കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ അഭിപ്രായം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണോ കോൺഗ്രസിന്റെ അഭിപ്രായമാണോ? അല്ല, നോക്കൂ അസിത, കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ ശബരിമലയിലെ സ്ത്രീപ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ മുമ്പിൽ ഉണ്ടല്ലോ. കോൺഗ്രസ് സംസ്ഥാനം ഭരിച്ചപ്പോഴും കേന്ദ്രം ഭരിച്ചപ്പോഴും ഈ കേസുണ്ടേ? ഉണ്ട്. അപ്പൊ കോൺഗ്രസ് സർക്കാരിന്റെ നിലപാട് എന്തായിരുന്നു സുപ്രീം കോടതിയിൽ? അതാണല്ലോ എഫക്റ്റീവ് ആവുന്നത്. അഭിപ്രായങ്ങൾക്കപ്പുറത്ത് കോൺഗ്രസ് സർക്കാർ, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് സുപ്രീം കോടതി കൊടുത്ത അഫിഡവിറ്റ് എന്താ? ഞങ്ങളുടെ അഫിഡവിറ്റ് ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇക്വാലിറ്റി, റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന ഫണ്ടമെന്റൽ റൈറ്റുമായി യാതൊരു ബന്ധവുമില്ല. അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ലായ്മയല്ല ഉള്ളത്, ഒരു പർട്ടിക്കുലർ ഏജിൽ ആ ഏജുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന കൺസ്ട്രെയിൻ ആണുള്ളത്, ചെറിയ സാങ്കേതിക ഒരു തടസ്സമാണുള്ളത്. അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട്, സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന് വരുമ്പോഴാണ് അത് റൈറ്റ് ടു ഇക്വാലിറ്റി അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ് ടു ഇക്വാലിറ്റി അട്രാക്ട് ചെയ്യുക. എന്നാൽ അങ്ങനെയല്ല, അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട്, ഒരു പർട്ടിക്കുലർ ഏജിലുള്ള സ്ത്രീകൾക്കാണ് പ്രവേശനമില്ലാതെ വരുന്നത്. അതുകൊണ്ട് റൈറ്റ് ടു ഇക്വാലിറ്റി ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ് വിൽ നോട്ട് ബി അട്രാക്റ്റഡ് ഇൻ ദിസ് കേസ് എന്നാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് സുപ്രീം കോടതി കൊടുത്ത. അല്ല ഞാൻ പറയട്ടെ, ഞാനത് പറയാണല്ലോ. സുപ്രീം കോടതി കൊടുത്ത അഫിഡവിറ്റ്, ആ അഫിഡവിറ്റ് തിരുത്തിയാണ് പിന്നീട് പിണറായി വിജയന്റെ ഗവൺമെന്റ് വരുമ്പോൾ അങ്ങനെയല്ല, ഇത് റൈറ്റ് ടു ഇക്വാലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്ന് പറയുന്നത്. ആ അഫിഡവിറ്റിനെ തിരുത്തിയാണ് ഇപ്പൊ നാളെ മറ്റൊരു അഫിഡവിറ്റ് കൊടുക്കാൻ പോകുന്നത്. അതായത് കോൺഗ്രസ് ഗവൺമെന്റ് ആണ് ആ കാര്യത്തിൽ എഫക്റ്റീവായ തീരുമാനം പറയേണ്ടത്. രണ്ടാമത്, ഈ വിഷയത്തിൽ പുതിയൊരു തീരുമാനം ഉണ്ടായി സുപ്രീം കോടതിയിൽ നിന്ന് വരുന്ന സമയത്ത് ആ വിഷയത്തിലും കോടതിയെ സമീപിക്കുന്നത് കോൺഗ്രസ് ആണ്. ഞങ്ങൾ ഇവിടുത്തെ അയ്യപ്പ വിശ്വാസികൾക്കൊപ്പമാണ്. ഇപ്പൊ അങ്ങ് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താ? അവിടുത്തെ അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ത്രീ അവിടെ പ്രവേശിക്കണമെന്ന് പറഞ്ഞോ? അസിത, എനിക്കൊരു 30 സെക്കൻഡ് തരണം. എന്റെ പ്രധാനപ്പെട്ട ചോദ്യം, സുപ്രീം കോടതി എന്താ ഈ സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞത്? വിശ്വാസികളായ സ്ത്രീകൾ ആരെങ്കിലും പ്രവേശിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിനെ സമീപിച്ചാൽ സർക്കാർ അതിന് എന്ത് കൊടുക്കണം? പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. കനകദുർഗ വിശ്വാസിയാണോ? ബിന്ദു അമ്മിണി വിശ്വാസിയാണോ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില പേരുകൾ അല്ലല്ല, ഇവരുടെ എങ്ങനെയാണ് വിശ്വാസത്തെ തെളിയിക്കുക? വസന്ത് വിശ്വാസിയാണെന്ന് വസന്ത് പറഞ്ഞാൽ അതിനപ്പുറം ആർക്കാണ് അതിനെ ചലഞ്ച് ചെയ്യാൻ പറ്റുക? അസിത എന്നോ വസന്ത് എന്നോ പറഞ്ഞ റെഡിയാവോ? പേര് നോക്കി എങ്ങനെയാണ് ഒരാളുടെ വിശ്വാസത്തെ തീരുമാനിക്കാൻ കഴിയുക? പേര് നോക്കി എങ്ങനെയാണ് ഒരാളുടെ വിശ്വാസത്തെ തീരുമാനിക്കാൻ കഴിയുക? ഞാൻ വിശ്വാസിയാണിതാ, മുഹമ്മദ് എന്ന പേരുള്ള ഒരാൾ പറയുകയാണ് ഞാൻ അയ്യപ്പ ഭക്തനാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ചലഞ്ച് ചെയ്യാൻ കഴിയും അതിനെ? അത് തെറ്റാണ്. ആ ലൈനിലേക്ക് ചർച്ച കൊണ്ടോടാ. അസിത ആ ലൈനിലേക്ക് ചർച്ച കൊണ്ടോണ്ടാ. കനകദുർഗയും ബിന്ദു അമ്മണിയും പേര് വെച്ചാണോ ഞാൻ ക്ലാസിഫൈ ചെയ്തത്? ഞാൻ പറഞ്ഞത് ദേ ആർ പ്യുവർ മാർക്സിസ്റ്റ്, ദേ ആർ പ്യുവർ ലെഫ്റ്റ്. അവരുടെ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കണം. ഞാൻ ഇപ്പൊ എന്റെ ഫോൺ ഓഫ് ആയി പോയി, ഞാൻ ഈ ചർച്ച കഴിയുന്നതിന് മുമ്പ് അങ്ങേക്ക് അയച്ചു തരാം. കനകദുർഗയും ബിന്ദു അമ്മിണിയും രഹന ഫാത്തിമയും വളരെ കൃത്യമായി അവരുടെ ഫേസ്ബുക്കിൽ വളരെ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് മതമില്ലാത്തവരാണ്, ഞങ്ങൾ എത്തയിസ്റ്റുകളാണ്. അതിൽ രഹന ഫാത്തിമ മുസ്ലിം ആണെന്നോ കനകദുർഗ ഹിന്ദു ആണെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല, അങ്ങനെ പറയില്ല. അവരങ്ങനെയുമല്ല. രഹന ഫാത്തിമ മുസ്ലിം അല്ല. രഹന ഫാത്തിമ പറയുന്നത് ഞാൻ എത്തയിസ്റ്റ് ആണ്, എനിക്ക് മതമില്ലെന്ന് പറഞ്ഞ ആളാണ്. മതമില്ല എന്ന് പറയുന്ന ആളെങ്ങനെ വിശ്വാസിയാവുന്നത്? അസിത നാളെ മതമില്ലെന്ന് പറഞ്ഞാൽ അസിത വിശ്വാസിയാണോ? എനിക്ക് ശബരിമലയിൽ പോകാൻ താല്പര്യമുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഒരു സർക്കാരിനെ സമീപിച്ചാൽ ഈ പറയുന്നത് പോലെ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ പരിശോധിച്ച് അവർ വിശ്വാസിയാണോ നിരീശ്വരവാദിയാണോ എന്ന് ബോധ്യപ്പെടുത്തിയ ശേഷം അതിന് സംരക്ഷണം നൽകണമായിരുന്നു എന്നുള്ളതാണോ എന്നുള്ളത് എന്റെ സംശയമാണ്. ഞാൻ മടങ്ങി വരാം, ഞാൻ ഇടപെട്ടെ. ശരി, ഞാൻ രാഹുൽ ഈശ്വറിലേക്ക് കൂടി പോവുകയാണ്. ഞാൻ വരാം. വേഗം വേഗം. അല്ല 10 സെക്കൻഡ് ഇത് ആഡ് ചെയ്തിട്ട് അങ്ങ് രാഹുലിലേക്ക് പോകോ.
അതായത് രഹന ഫാത്തിമയും ബിന്ദു അമ്മിണിയും കനകദുർഗയും സർക്കാരിനെ സമീപിച്ചു എന്ന വാദം ഞങ്ങൾക്കില്ല. സർക്കാരും CPM ചേർന്ന് അവരെ സമീപിച്ച് അവരുടെ PR അവരുടെ അജണ്ടയുടെ ഭാഗമായി അവരെ സമീപിച്ച് അവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്ത് അവിടെ ഒരു നാടകം കളിക്കാൻ വേണ്ടി അവരെ നിർബന്ധിച്ചു കൊണ്ടുപോയി എന്നാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. ഓക്കെ ഞാൻ മടങ്ങി വരാം. രാഹുൽ ഈശ്വർ, ശബരിമല എന്ന് കേൾക്കുമ്പോൾ തന്നെ ഞാൻ വരാം അതിൽ വിയോജിപ്പുണ്ടെങ്കിൽ താങ്കൾക്ക് അടുത്ത ഘട്ടത്തിൽ പറയാം. ശ്രീരാജ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.